അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മൂവാറ്റുപുഴ അർബൻ ബാങ്ക് നവീകരിച്ച പുതിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ ഉദ്ഘാടനം കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ നിർവഹിച്ചു. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന മൂവാറ്റുപുഴ അർബൻ ബാങ്ക് നവീകരിച്ച പുതിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കച്ചേരിത്താഴത്തെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ ബാങ്ക് പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത്. ജനകീയ ബാങ്കിങ്ങിലൂടെ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വാസവും ആദരവും നേടിക്കൊണ്ടാണ് അർബൻ ബാങ്ക് ജൈത്രയാത്ര തുടരുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ താലൂക്കുകളിലായി 13 ബ്രാഞ്ചുകളാണ് അർബൻ ബാങ്കിനുള്ളത്. ഇടപാടുകാരുടെ സൗകര്യാർത്ഥവും ഏറെ നാളത്തെ ആവശ്യവുമാണ് നവീകരിച്ച മെയിൻ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മെയിൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആക്ഷേപരഹിതമായി, സംശുദ്ധമായി, സത്യസന്ധമായി ഇവിടെ നടത്തിക്കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിത്തറ അതാണ്. ഞങ്ങളെല്ലാം പുതിയ ആളുകളായതിൻ്റെ കൂടെ മുൻഗാമികളായ ആളുകളുടെ മഹത്വമാർന്ന ഒരു പ്രവർത്തനവും അവർക്ക് ഈ നാട്ടിൽ ബഹുജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു വലിയ സ്വാധീനവും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആദരവിൻ്റെയും ഒക്കെ ബലത്തിലാണ് ഞാൻ വരെയുള്ള ഇപ്പോഴത്തെ ഈ ഭരണസമിതി ഒരു ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകിയത്. ആ പിൻബലാണെന്നാണ് ആത്മാർത്ഥമായി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഏതൊരു സ്ഥാപനത്തിലും കാണുന്നതിനേക്കാൾ ഉപരിയായി ഒരു വല്ലാത്ത സമർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാരൻ, അത് വല്ലാത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. 100 ചില്ലാനം ജീവനക്കാർക്ക് ഒരാളിൽ നിന്ന് പോലും അവർക്കെതിരായി ഒരു അച്ചടക്ക നടപടിയോ ഒരു ആക്ഷേപം സ്വീകരിച്ച് അതിൻ്റെ എൻക്വയറിയോ ഈ സ്ഥാപനത്തിൽ നടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത എത്രയധികം സത്യസന്ധമായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ പ്രവർത്തനമാണ് ജനങ്ങൾക്ക് ഒരു മതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ടീം എന്നതിനേക്കുപരി നിരന്തരമായി ജനങ്ങളുമായി ഇടപഴകുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വാക്കും പ്രവൃത്തിയും അവരുടെ ഇടപെടലുമാണ് ഈ സ്ഥാപനത്തിന് ഒരു വലിയ സ്വീകാര്യത ബഹുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ശക്തമായി എൻ്റെ വിശ്വാസം. അതാണ്. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സ്ട്രോങ് റൂം ഉദ്ഘാടനവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. വ്യാപാരികളായ സഹകാരികൾക്ക് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനുള്ള QR കോഡ് പ്രകാശിപ്പിച്ചു. കൺസ്യൂമർ ഫെഡ് വൈസ് പ്രസിഡന്റ് PM ഇസ്മായിൽ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് ചെയർമാൻ CK സോമൻ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷനായി. ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ, ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ, വാർഡ് കൌൺസിലർ രാജശ്രീ രാജു, മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെയ്മോൻ യു ചെറിയാൻ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ VM സുനിൽ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.